ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായതുകൊണ്ട് ഏട്ടൻ നടക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ലേ. ഇന്നതാ രാവിലത്തെ പരിപാടിയിലേക്കാണ് കടന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലത്തേക്ക് നൂലിപ്പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി നോക്കുകയാണേ. അപ്പൊ അതിലേക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നാളികേരം അരക്കിനേൽ ചേർത്തിട്ടാൽ ഒരു പച്ചച്ചോവ ഉണ്ടാവുക. അതുകൊണ്ട് ഞാനിത് ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ തന്നെ വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് വേവിക്കാറ്. അപ്പൊ കറിക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നൂലിപ്പുട്ടിനുള്ള മാവും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പൊ പൊടിപ്പിച്ച പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. മറ്റത് നമ്മൾ അരി പൊടിച്ചിട്ട് അങ്ങനെയുള്ളത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ കടയത്തെ പൊടിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ആ രീതിയിൽ തന്നെ വെള്ളമൊക്കെ ചേർത്ത് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലക്കറി ആയതിനു ശേഷം ആ നൂലിപ്പുട്ടിൽ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്ക് വെള്ളമൊക്കെ തിളക്കിയോല്ലോ. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തട്ട് തന്നെ കേട്ടോ നൂലിപ്പുട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അതൊക്കെ റെഡി ആയപ്പോഴേക്കും നമ്മളെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അതും കൂടെ ഒക്കെ വെച്ചൊന്ന് സെറ്റാക്കിയാണ് കേട്ടോ. അങ്ങനെ നൂലിപ്പുട്ടൊക്കെ ആയി അത് എടുക്കണേൻ്റെ ഇടയിൽ ആനിമോൾ നീറ്റ് വന്നത്. അവൾ നീറ്റ് വന്ന കുറച്ച് നേരം അവളിങ്ങനെ എടുക്കണേ, അല്ലെങ്കിൽ ഭയങ്കര കുറുമ്പ് കാട്ടലൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവളെയൊക്കെ ഒന്ന് എടുത്ത് ആ ഉറക്ക ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി അവളൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ടുണ്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ദേവൂട്ടനോടാണ്. ഇന്ന് നൂലിപ്പുട്ട് എന്ന് പറഞ്ഞപ്പോൾ അവന് സ്കൂളിലേക്ക് ഇന്ന് നൂലിപ്പുട്ട് മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇഡ്ഡലി നൂലിപ്പുട്ടൊക്കെ ആണെങ്കിൽ അവന് സ്കൂളിലേക്ക് അത് മതി. ചോറ് കഴിച്ച് കിട്ടാൻ അവന് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ അതാണ് കേട്ടോ കൊടുത്ത് വിടാറ്. അപ്പോൾ അടുക്കളയത്തെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ട് ഞാനിതാ വേഗം ഒന്ന് അടിച്ചു വാരാൻ നിന്നിട്ടുണ്ട് കേട്ടോ. തുടക്കലില്ല, രാവിലെ ഒന്ന് അടിച്ചു വാരി ഇടലെന്നെ ഉള്ളൂ, വിളക്ക് വെക്കാറില്ലേ. അപ്പോൾ അതിനിടയ്ക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. പുറത്തുനിന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ രാവിലത്തേക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് വേഗം കുളിച്ച് നമ്മുടെ ഭഗവാനോടൊക്കെ നന്ദി പറഞ്ഞ് ഞങ്ങളിത് ചാടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ചായക്ക് നൂലിപ്പുട്ടും കടലക്കറി ആയതുകൊണ്ട് രണ്ടാളെയും അങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർ രണ്ടാളും അതൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഏട്ടനും ദേവോടും കൂടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അവൻ തന്നെ ഒറ്റയ്ക്ക് യൂണിഫോം മാറ്റുന്നതുകൊണ്ട് എപ്പോഴും ബെൽറ്റും ഐഡന്റിറ്റി കാർഡും അവൻ മറക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ബാഗൊക്കെ എടുത്ത് വന്നപ്പോഴാണ് കേട്ടോ കണ്ടത്. അതൊക്കെ കൊടുത്തു. പിന്നെ ബെൽറ്റ് ഞാൻ ഇട്ട് തരാൻ പറഞ്ഞിട്ട് അവൻ സമ്മതിക്കില്ല. അവൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാണ്. ഇപ്പോൾ എക്സാം നടക്കുന്നതുകൊണ്ട് ബോക്സും കൂടി ഞാനൊന്ന് ചെക്ക് ചെയ്ത് അവൻ തന്നെ ടൈം ടേബിളൊക്കെ നോക്കി വെക്കണത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒന്നും കൂടി ഒന്ന് ഞാൻ നോക്കിയതാണ്. അപ്പോൾ എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ട് ആ കാര്യത്തിലേക്ക് വലിയ ടെൻഷൻ ഉണ്ടാവാറില്ലേ. അപ്പോൾ ബസ്സിന്റെ സമയപ്പോൾ ഞാൻ അവനെ ബസ് കയറ്റി വിടാൻ പോവുകയാണ്. അങ്ങനെ അവനൊക്കെ പറഞ്ഞു വിട്ടതാ നമ്മുടെ സൈഡിലെ ചെടികൾ കൂടി ഒന്ന് നോക്കാൻ പോയിട്ടുണ്ട്. അത് എത്രത്തോളം വളർന്നു എങ്ങനെയൊക്കെ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ പ്രശാന്ത് ഏട്ടൻ എത്തിയിട്ടുണ്ട്. രാവിലെ രണ്ടാളും കൂടി ഇവിടെ നടക്കാൻ പോകാറ്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രണ്ടാളും ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. മറ്റൊരു വീട്ടിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, സി യു.